നമസ്കാരം. ഞാൻ ശക്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മരണദോഷങ്ങളെക്കുറിച്ചുള്ള ജ്യോതിഷ അഭിപ്രായം. നമ്മളുടെ ജ്യോതിഷകൽപ്പം എന്ന ഈ ചാനലിലും ഞങ്ങളുടെ തന്നെ ചാനലായ ഓം ചിന്താമണിയും എന്ന ചാനലിൻ്റെയും ധാരാളം പ്രേക്ഷകർ വളരെ കാലമായിട്ട് അറിയാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചൊരു വിഷയമാണ് മരണദോഷങ്ങളെക്കുറിച്ചുള്ള വിവരണം. അതായത് നമ്മളുടെ കുടുംബത്തിലൊരു മരണം നടക്കുന്നു. ആ മരണം നടക്കുന്ന ദിവസം, മരണം സംഭവിച്ച മുഹൂർത്തം, മരണം സംഭവിച്ച തിഥി എന്നിവയൊക്കെ കണക്കാക്കിക്കൊണ്ട് ഗുണദോഷ ഫലങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഗുണദോഷ ഫലങ്ങൾ പലതും പറഞ്ഞ് കേട്ടിരിക്കുന്നത് ശരിയായ ധാരണയേക്കാൾ ഉപരി അബദ്ധധാരണകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കുടുംബത്തിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ മരിക്കുന്ന വ്യക്തി ഏത് സമയത്ത് മരിച്ചു, ഏത് ആഴ്ചയിലെ ഏത് ദിവസം മരിച്ചു, ഏത് തിഥിയിൽ മരിച്ചു എന്നൊക്കെ വെച്ചുകൊണ്ടാണ് മരണദോഷമുണ്ടോ ഇല്ലയോ എന്ന് തന്നെ വിലയിരുത്തേണ്ടത്. അത് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് ജ്യോതിഷപരമായിട്ട് ഒരു പ്രാഥമിക അറിവ് പോലും ഇല്ലാത്തവരെ സംബന്ധിച്ച് അത് കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതിൽ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും ഒരു ജ്യോതിഷിയുടെ സഹായം തേടുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇന്നിവിടെ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ആധികാരികമായിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ള അവസാന വാക്കെന്ന രീതിയിലല്ല, ഒരു പൊതുധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ഒരു ഏകദേശ സൂചനകൾ പറയുന്നതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിലുള്ള ആരായാലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മരണാനന്തരം ആ വ്യക്തിയുടെ ആത്മാവ് എങ്ങനെ വിലയം പ്രാപിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ജ്യോതിഷ അഭിപ്രായം പറഞ്ഞാൽ, ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ ആത്മാവ് കൈലാസപ്രാപ്തി നേടുന്നതാണ്, കൈലാസത്തിലെത്തിച്ചേരുന്നു. അതായത് മഹാദേവനുമായിട്ടുള്ള അല്ലെങ്കിൽ പരമശിവനുമായിട്ടുള്ള ശൈവ സമ്പ്രദായത്തിൽ ലയിക്കുന്നു, അല്ലെങ്കിൽ ശിവനിൽ ലയിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ചൊവ്വാഴ്ചയാണെങ്കിൽ ഭൂമിയിൽ തങ്ങുന്നു എന്നാണ്. ചൊവ്വാഴ്ച ഭൂമിയിൽ തങ്ങുക എന്ന് പറയുന്നത് ദോഷകരമായിട്ടാണ് വിലയിരുത്തുന്നത്. ബുധനാഴ്ചയാണെങ്കിൽ വൈകുണ്ഠപ്രാപ്തിയാണ്. ബുധനാഴ്ച മരിക്കുന്നവരെ സംബന്ധിച്ച് മഹാവിഷ്ണുവിൻ്റെ ലോകമായ വൈകുണ്ഠത്തിൽ പോകുന്നു, അല്ലെങ്കിൽ വൈകുണ്ഠപ്രാപ്തി നേടുന്നു എന്നാണ് ജ്യോതിഷപരമായിട്ട് പറയുന്ന അഭിപ്രായം. വ്യാഴാഴ്ചയാണെങ്കിൽ ബ്രഹ്മലോകത്തും, വെള്ളിയാഴ്ചയാണെങ്കിൽ സ്വർഗലോകത്തിലും, ശനിയാഴ്ചയാണെങ്കിൽ യമലോകത്തിലും മരണാനന്തരം ആത്മാവ് ചെന്നെത്തുന്നു എന്നാണ് ജ്യോതിഷപരമായിട്ട് പ്രാഥമികമായിട്ട് പറയാവുന്ന കാര്യം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പം ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ മരിച്ചത് കൊണ്ട് കൈലാസത്തിൽ പോയി എന്നോ, അല്ലെങ്കിൽ ചൊവ്വാഴ്ച മരിച്ചത് കൊണ്ട് ഭൂമിയിൽ പ്രേതാത്മാവായിട്ട് അലയുന്നു, ബുധനാഴ്ച മരിച്ചത് കൊണ്ട് വൈകുണ്ഠത്തിൽ പോകുന്നു എന്നൊക്കെ പറയുന്നൊരു പ്രാഥമിക അറിവ് മാത്രമാണ്. അതിൻ്റെ കൂടെ മറ്റ് ചില കാര്യങ്ങൾ കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വസുപഞ്ചക ദോഷം എന്ന് പറയും. വസുപഞ്ചക ദോഷം അവിട്ടം 3, 4 പാദം, ചതയം, പൊരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ ദഹിപ്പിക്കുന്നത് വിധി അനുസരിച്ചാകണം. അത് മരണം സംഭവിച്ചാൽ മരിക്കുന്ന വ്യക്തിയുടെ ഭൗതിക ശരീരം ദഹിപ്പിക്കുന്നതാണ് ഹൈന്ദവമായിട്ടുള്ള സമ്പ്രദായം. അപ്പം അങ്ങനെ ദഹിപ്പിക്കുന്ന ആ മൃതശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള ചില ദോഷങ്ങളുള്ളത് കൊണ്ട് അതനുസരിച്ച് വിധി അനുസരിച്ചാവണം എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ അവിട്ടം 3, 4 പാദം, ചതയം, പൊരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ ദഹിപ്പിക്കുന്നത് വിധി അനുസരിച്ചാകണമെന്ന് പ്രഥമ ദൃഷ്ട്യാ പറയുമ്പോൾ ഇതിലും നിബന്ധനകളുണ്ട്. അതായത് രാശിസന്ധി, തിഥിസന്ധി, സന്ധ്യാ നക്ഷത്രസന്ധി ഇവയിൽ ഏതെങ്കിലും മരണം വന്നാൽ മനുഷ്യനും അതല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾക്കും നാശം സംഭവിക്കാം. അതാണ് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞത്. നമ്മളിപ്പം അവിട്ടം 3, 4 പാദം, ചതയം, പൊരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ സർവ്വതാ ദോഷമാണെന്ന് നമ്മളങ്ങ് അന്ധമായിട്ട് വിശ്വസിക്കരുത്. അതിനേക്കാൾ ഉപരി നമ്മുടെ പ്രാദേശികമായിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ജ്യോതിഷിയെ കണ്ടിട്ട് ആ ജ്യോതിഷിയെ കൊണ്ട് മരിച്ച സമയം, ആ മരണപ്പെട്ട വ്യക്തി ഏത് സമയത്താണ് മരിച്ചതെന്നുള്ള കൃത്യമായിട്ടുള്ള സമയം പറഞ്ഞു കൊടുത്ത് ആ സമയത്തെ രാശി ഏതാണ്, അതിൻ്റെ തിഥി ഏതാണ്, അത് സന്ധ്യാനക്ഷത്ര സന്ധ്യ എന്തെങ്കിലും ചേർന്ന് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മാത്രമേ അതിൻ്റെ ഒരു ദോഷാനുഭവ ഫലമായിട്ട് മനുഷ്യനാണോ ഇനിയിപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് മരണം സംഭവിക്കാൻ പോകുന്നത്, അതല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾക്കാണോ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞത്. ഇതൊരു പ്രാഥമിക അറിവ് മാത്രമാണ്. നിങ്ങളുടെ അടുത്തുള്ള ജ്യോതിഷികളുടെ സഹായത്തോടുകൂടെ മാത്രമേ നമുക്കിതിലൊരു അന്തിമ തീരുമാനം പറയാൻ പറ്റും. ഇതൊരു അറിവിന് വേണ്ടി പറയുന്നതാണ്. രാശിപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഊർധ്വമുഖ രാശി മരണമെന്ന് പറയുന്നത് ഉത്തമമാകും.
ബാക്കി അതോ മുഖരാശി, തിരികെ മുഖരാശി എന്ന് പറയുന്നത് മധ്യമ നിലയിലാണ് പോകുന്നത്. പിന്നെ പിണ്ടനൂൽ ദോഷം എന്ന് പറയുന്നത് ഭരണി, കാർത്തിക, തൃക്കേട്ട, ആയില്യം, പൂരാടം, പൂരം, ചോതി, തിരുവാതിര. ചില പ്രദേശങ്ങളിൽ പൂരുരുട്ടാതി മൂലവും ചേർത്ത് കാണുന്നുണ്ട്. ഇത്യാദി നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ സുഹൃതക്ഷയം നീക്കുവാനുള്ള പരിഹാര കർമ്മങ്ങൾ ജാനന്തരാവകാശികൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ചെയ്യണം. അതായത് ഭരണി, കാർത്തിക, തൃക്കേട്ട, ആയില്യം, പൂരാടം, പൂരം, ചോതി, തിരുവാതിര. ചില പ്രാദേശികമായിട്ട് പൂരുരുട്ടാതി മൂലവും ചേർത്തുകൂടെ കണക്ക് കൂട്ടിയാൽ ഇത്യാദി നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ സുഹൃതക്ഷയം നീക്കാനുള്ള പരിഹാരങ്ങൾ ചെയ്യണമെന്നും ജ്യോതിഷ അഭിപ്രായമുണ്ട്. മരണസമയമുള്ള രാശിസ്ഥിതി സ്ഥിരരാശിയായി വരികയും കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർതം, അത്തം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, അവിട്ടൻ, രേവതി നക്ഷത്രങ്ങൾ ചേർന്ന് വരികയും ചെയ്താൽ ബലിനക്ഷത്ര ദോഷം ഉണ്ടാകും. അടുത്ത മരണസാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ മറ്റൊരു മരണം കൂടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പരിഹാരം ചെയ്യണമെന്നൊക്കെയാണ് ജ്യോതിഷ അഭിപ്രായം. അതുപോലെ തന്നെ ഞാറ്റുവേല മുതൽ 4 നാൾ അകനാളും അടുത്ത 3 നാൾ പുറന്നാളുമാകുന്നു. അകനാളിൽ മരണം സംഭവിച്ചാൽ മരണാനന്തര കർമ്മകാലത്തിനുള്ളിൽ കാലന് ബലി നൽകുക എന്ന് പറയുന്ന ഒരു പരിഹാരം ചെയ്യണമെന്നും ജ്യോതിഷ അഭിപ്രായമുണ്ട്. അപ്പോൾ നമ്മളിപ്പം അകനാൾ ദോഷമാണെങ്കിലും ബലിനക്ഷത്രമാണെങ്കിലും പിണ്ടനൂലാണെങ്കിലും വസുപഞ്ചകമാണെങ്കിലും ഏത് ദോഷം മരണാനന്തരവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തുന്നതിനും തീർച്ചയായിട്ടും ഒരു ജ്യോതിഷിയുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പഞ്ചാംഗമോ കലണ്ടറോ നോക്കിയിട്ട് ഇന്ന് രേവതി നക്ഷത്രമാണ്, അല്ലെങ്കിൽ ഇന്ന് പിന്നെ ചതയ നക്ഷത്രമാണ്, അതുകൊണ്ട് മരിച്ചു വസുപഞ്ചകമുണ്ട് എന്ന് നമ്മൾ സ്വയം അങ്ങോട്ട് വിധിക്കരുത്. കാരണം അതിൽ പല ഘടകങ്ങളെ കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദോഷഫലങ്ങളെ നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ പ്രായമായവരൊക്കെ ഉള്ള വീടുകളിൽ പഞ്ചാംഗമൊക്കെ നോക്കി ശീലിച്ചിട്ടുള്ള വീടുകളിൽ ഒരു മരണം നടന്നാൽ തൊട്ട് തന്നെ അവർ കലണ്ടറിലോ പഞ്ചാംഗത്തിലോ നോക്കിയിട്ട് ഇന്ന് രേവതിയാണ്, വസുപഞ്ചകം ചേർന്ന് വരുമോ ഒരു സംശയമുണ്ട് എന്ന് പറയാറുണ്ട്. അത്തരം സംശയങ്ങൾ നമ്മൾ കലണ്ടറിൽ നോക്കിയോ പഞ്ചാംഗത്തിൽ നോക്കിയോ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ജ്യോതിഷപരമായിട്ട് അറിയാവുന്നവരുടെ സഹായത്തോടു കൂടി പരിഹരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിവിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. മരണാനന്തരം മരിച്ചു പോകുന്ന ആൾ മരിച്ചുപോയി, അതിനുശേഷം എന്താണ് ദോഷം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മരിച്ചുപോയ ആളിൻ്റെ രക്തമാണ് അവരുടെ അനന്തരാവകാശികൾ വഹിക്കുന്നത്. മരണപ്പെട്ടു പോയ ആളിൻ്റെ ദേഹം ഉപേക്ഷിച്ച് അദ്ദേഹം ആത്മാവുമായിട്ട് ഭൂമിയിലോ സ്വർഗത്തിലോ വൈകുണ്ഠത്തിലോ എവിടെയെങ്കിലും പരലോകഗതി പോകിയാലും ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾ, ആ നന്മ തിന്മകൾ ചെയ്യുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ശക്തിപ്പെടുത്തി നിർത്തിയ രക്തം, ആ രക്തം തന്നെയാണ് പാരമ്പര്യമായിട്ട് മറ്റുള്ള ബന്ധുമിത്രാദികളിലേക്കും മക്കളിലേക്കൊക്കെ പകരുന്നത്. അതുകൊണ്ട് തന്നെ മരണപ്പെടുന്ന ആളിൻ്റെ രക്തബന്ധം ഒരു പ്രധാന ഘടകമാണ്. ആ രക്തബന്ധമുള്ളവർക്കാണ് ജ്യോതിഷപരമായിട്ട് ദോഷഫലങ്ങളൊക്കെ പ്രവചിക്കുന്നത്. ദോഷഫലങ്ങൾ പ്രവചിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സസൂക്ഷ്മമായിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ദോഷമുണ്ടോ എന്ന് പറയുന്നത്. ഉണ്ടെങ്കിൽ തന്നെ അതിന് പരിഹാരമില്ലാത്ത ദോഷങ്ങളില്ല. പരിഹാരം എന്ന് പറയുന്നത് വലിയ ലക്ഷക്കണക്കിന് രൂപ മുടക്കുള്ള പൂജകളോ അല്ലെങ്കിൽ കലശമോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ചെറിയ 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 കർമ്മങ്ങൾ, അതിലുപരിയായിട്ട് നമ്മുടെ പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥന, ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഒരു അനിഷ്ട അപകട മരണം ഉണ്ടായാൽ, ഒരു അപമൃത്യു ഉണ്ടായാൽ അതിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാരണമുണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിലൂടെ നമ്മളെ തന്നെ ഉയർത്താൻ ശ്രമിക്കണം. അതായത് കുടുംബത്തിൽ തുടർച്ചയായിട്ട് വസുപഞ്ചകദോഷമൊക്കെ കൃത്യമായിട്ട് വസുപഞ്ചകദോഷം ഭവിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ തുടർച്ചയായിട്ട് ഒരു വർഷത്തിലുള്ള 5 മരണം ഉണ്ടാകാനിടയുണ്ട് എന്ന് ജ്യോതിഷ അഭിപ്രായമുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് മരണങ്ങൾ വരുമ്പോൾ നമ്മളതിനെ ഭയന്ന് പേടിച്ച് അല്ലെങ്കിൽ അതിൽ ഭയജഗതനായിട്ട് പോകുന്നതിന് അർത്ഥമില്ല. ഏത് കാര്യത്തെയും നമ്മൾ നേരിട്ടേ പറ്റും. നേരിടാനുള്ളൊരു മനഃശക്തി ആർജിച്ചുകൊണ്ടും മനോബലം ആർജിച്ചുകൊണ്ടും അതിലുപരി ഈശ്വരവിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോകേണ്ടതാണ് ജ്യോതിഷപരമായിട്ട് പറഞ്ഞത്. ഇതൊക്കെ ജ്യോതിഷപരമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന സാധ്യതകളാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വരും എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനനസമയത്തിന് പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തിയുടെ ജാതകം അനുസരിച്ച് നമ്മൾ ഫലങ്ങൾ എഴുതുമ്പോൾ ജനനസമയത്തിന് പ്രാധാന്യമുണ്ട്, അതുപോലെ മരണസമയത്തിനും പ്രാധാന്യമുണ്ട്. ഇപ്പോൾ 6:40 ഒരാൾ മരിക്കുന്നു, നിങ്ങൾ എന്നുവെച്ചാൽ പറയുന്നത് 6:50 മരിച്ചെന്ന് പറഞ്ഞാൽ 6:40 എന്ന് പറയുന്ന സമയം വരെ ഒരു പക്ഷേ ചിലപ്പോൾ സ്ഥിരരാശിയായിരിക്കും. 6:41 മുതൽ 50 തൊട്ട് അങ്ങോട്ട് ചരരാശിയായിരിക്കും രാശി നോക്കുമ്പോൾ. അപ്പോൾ ഈ രാശി സ്ഥിരരാശിയും ചരരാശിയും വരുമ്പം ഫലം രണ്ടും രണ്ടായിട്ട് മാറും. അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ മരണദോഷങ്ങളെക്കുറിച്ച് അറിയാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി മരിക്കുന്ന സമയം
കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ജ്യോതിഷ ചിന്തന നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പലരും വന്ന് പറയാറുണ്ട് മരിച്ചത് ഏകദേശം ഒരു 6-നും 6:30-ക്കും ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പരിശോധിച്ച് ചെല്ലുമ്പോഴത്തേക്കും 6:15 വരെ സ്ഥിരരാശിയായിരിക്കും, 6:20 മുതലായിരിക്കും ചരരാശി തുടങ്ങുന്നത്. അപ്പം ഏതാണ് പറയുക? സ്ഥിരരാശിയാണെന്നുണ്ടെങ്കിൽ അതിൽ ഗുണഫലമെന്ന് പറയാൻ പറ്റത്തില്ല, ചരരാശിയാണെങ്കിൽ ഗുണഫലമെന്ന് ആകെ കൺഫ്യൂഷനായി ഇപ്പം പറയുന്ന പ്രവചനങ്ങൾ തെറ്റിപ്പോവും, ചെയ്യുന്ന പരിഹാരങ്ങൾ ഗുണപ്പെടാതെ പോകും. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പം ഈ മരണദോഷത്തെക്കുറിച്ച് അറിയുവാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചവരുടെ അറിവിലേക്ക്, പ്രാഥമിക അറിവിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് ഇത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നും അങ്ങനെയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. കാരണം ഈ നക്ഷത്രം ചേർന്ന് വന്നാൽ, രേവതി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ, അല്ലെങ്കിൽ അവിട്ടം 3-4 പാദം, ചതയം വന്നു കഴിഞ്ഞാൽ ഉടനെ വസുപഞ്ചകമുണ്ടെന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ആ സമയത്തെ രാശിസ്ഥിതി, തിഥി ഇവയൊക്കെ കൂടെ മനസ്സിലാക്കിയിട്ട് ഒരു ജ്യോതിഷ പണ്ഡിതൻ്റെ അഭിപ്രായത്തോടു കൂടെ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോയിലൂടെ വിവരിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. കാരണം അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു ജാതകം എഴുതുന്നത് പോലെ തന്നെയാണ്. കാരണം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന എല്ലാവരുടെയും ജാതകം ഒരുപോലെ വരില്ല. അതിൽ സമയവും കാലവും ദേശവും അനുസരിച്ച് മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് മരണദോഷങ്ങളെയും കണക്കാക്കുന്നത്. അപ്പോൾ മരിക്കുന്ന ആളിൻ്റെ മരണസമയത്തെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളെയും നിർണ്ണയിക്കുക എന്ന് മാത്രം മനസ്സിലാക്കുക തന്നെ നമുക്കിതിലൂടെ പറയാം.